എടാ ഇത് 27 നമ്പർ മുറി കൊണ്ട് കൊടുക്കും. ഇപ്പൊ വരാം. സാറേ ചോറ്. അമ്മണി ഒന്ന് നിന്നേ. എന്താ സാറേ? അമ്മണി ദിവസവും ചോറും കൊണ്ട് വരുമ്പോൾ എന്റെ ഒരു ആഗ്രഹം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താഗ്രഹം സാറേ? അമ്മണിയോട് ഈ കൈ കൊണ്ട് ഈ ചോറൊന്ന് വിളമ്പിത്തരണം. സത്യം പറയട്ടെ സാറേ, പലപ്പോഴും സാറിന്റെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോ എന്റെ ഈ കൈ കൊണ്ട് തന്നെ വിളമ്പിത്തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആട്ടെ, ഇപ്പൊ തുടങ്ങിയതാ സാറിന് ആഗ്രഹം? അമ്മണിയെ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ. വിളമ്പി തീരുമ്പോ പിന്നെ വേറെ വല്ല ആഗ്രഹം കൂടെ ഉണ്ടാവോ? ഉണ്ടായാലെന്താ? ആ, ചോറ് കൊണ്ടുവരുന്നതിന് ശമ്പളം കൂടാതെ നിനക്ക് വേണ്ടി 100 രൂപ കൂടി ഞാൻ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എവിടെയാ രൂപ? ഇതാ, ഞാൻ വാതിലടച്ചിട്ട് വരാം. അമ്മണി, ഈ അലവരാതി പിള്ളേരൊക്കെ എന്തിനാ ഇതിനകത്ത് കയറ്റത്? എടാ നാറി, നീനെ കുറിച്ച് എന്താടാ വിചാരിച്ചേ? നിന്റെ പൈസ കാണുമ്പോ അമ്മണി പോറാ. നിന്റെ അമ്മ മകളെ വിളിച്ചോണ്ട് വരാൻ പാടില്ലേ? അമ്മണി, ആരെങ്കിലും കേൾക്കും, ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ശബ്ദിക്കൂടാ പട്ടി. ഈ ലോഡ്ജിലുള്ളവർ മുഴുവൻ കേൾക്കട്ടെ. എല്ലാരും ഓടി വായോ, വായോ, ഓടി വായോ. സാറേ വിളമ്പി തന്നല്ലോ. ആ, ഇനി വാരി തിന്നു. ഞാൻ വരുമ്പോഴത്തേക്ക് നിന്ന് കട്ടിരിക്കണം. രമേ, നീ ഭാഗ്യമുള്ളവളാ. എന്താ? നിനക്കൊരു ജോലി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകണം. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറ്റിട്ട് ഇപ്പൊ വേഗം വരും. കൊച്ചമ്മേ, ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടി. മനസ്സിലായി. ഏതൊരു പഠിച്ചിട്ടുണ്ട്? BSc. അകത്തേക്ക് വരൂ. വരൂ. വരൂ, ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. രമ ഒരു ഡിഗ്രിക്കാരി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്ന ജോലിയൊക്കെ ഇഷ്ടമാവുമെന്നാണ് എനിക്ക് സംശയം. എന്ത് ജോലിയായാലും ഞാൻ ചെയ്തോളാം. രമയുടെ സാഹചര്യമെല്ലാം ഞാൻ കൊച്ചമ്മയോട് പറഞ്ഞല്ലേ. എന്റെ മകൾക്കും മരുമകനും ഡൽഹിയിലാ ജോലി. അവരുടെ കുട്ടിയെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. കുട്ടിയെ നോക്കാൻ ഒരായ വേണമെന്നാ ഞാൻ സുഗുണനോട് പറഞ്ഞിരുന്നത്. കൊച്ചമ്മേ, രമ തൽക്കാലം കുഞ്ഞിനെ നോക്കി ഇവിടെ നിൽക്കട്ടെ. ഒരു ബന്ധവുമില്ലാത്ത എന്നോടത്ത് ആ കാസറ്റിൽ കഴിഞ്ഞാൽ ആളുകൾ പലരും തെറ്റിദ്ധരിക്കും. ശരിയാണ്. രമയ്ക്ക് മാസം 500 രൂപ വെച്ച് ശമ്പളം തരാം. സമ്മതമാണോ? എല്ലാം കൊച്ചമ്മയുടെ ഇഷ്ടം. ഇതാണ് മോൻ. പേര് അജിത്ത്. ഭയങ്കര കുസൃതിയാ. ആ, മോള് വന്നേ, താമസിക്കാനുള്ള മുറി കാണിച്ചു തരാം. അതാ ഗോവിന്ദൻ എടുത്തോണ്ട്.
ജനാർദ്ദനൻ. ഖാദർ. എനിക്കെടുത്തൊന്നും വന്നിട്ടില്ലേ? ഇല്ല. എനിക്ക് ജോലി കിട്ടിയാൽ ഉടനെ ഞാൻ എഴുതാം. ആ അഡ്രസ്സിൽ മറുപടി അയച്ചാൽ മതി. പിന്നെ നെഞ്ചൊരു നാണം. എന്റെ ജോലി നീ മിണ്ടാതിരിക്കടി പെണ്ണേ. എല്ലാം ഞാൻ ഭാരതീയമെന്ന് പറഞ്ഞ് ശരിയാക്കി തരാം. എവിടെ പോകുന്നടി? എനിക്കിഷ്ടമുള്ളിടത്തേക്ക്. നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാനല്ല ഞാൻ സുഗുണന് 3000 രൂപ കൊടുത്തത്. അകത്തേക്ക് പോ. നിന്റെ ഈ തൊഴിലിന് എന്നെ കിട്ടില്ല. എടീ, എന്റെ അനുവാദം ഇല്ലാതെ നിന്റെ ശവം പോലെ ഈ വീട്ടിന് പുറത്തേക്ക് പോവില്ല. പാവപ്പെട്ട പെൺപിള്ളേരെ വെച്ച് പണം ഉണ്ടാക്കുന്ന നീ ഒരു സ്ത്രീയാണോടി? കൊച്ചമ്മേ, പോലീസ്. ഇറങ്ങടി. ഈ പെൺകുട്ടികളൊക്കെ ഏതാ? ഭാരതി മേനോന്റെ ബംഗ്ലാവിൽ നിന്ന് വ്യഭിചാര കേസിൽ ഇന്നലെ അറസ്റ്റ് ചെയ്തതാ. നടക്കടി. അതിനടുത്ത് വാതിൽ വാങ്ങാൻ. അയ്യോ, എന്താണ് ഇതൊക്കെ? നീ എന്തിനാ ജനലും കളയ്ക്കുന്നത്? ഇന്ദ്രൻ വാല്, അതായത് പുരുഷവർഗം. നീ കഥ തുറക്ക. സോറി. ഞാൻ എന്തിനും തയ്യാറെടുത്താണ് ചേരിച്ചാടി വന്നത്. അയ്യോ, ഇതൊന്നും ചെയ്യരുത്, ശബ്ദിക്കരുത്. വാടക തരാനുണ്ടെന്ന് പറഞ്ഞ് താൻ രമയെ പുറത്താക്കി വീട് കൂട്ടിയല്ലേ? ഞാൻ അറിവില്ലാതെ. എന്റെ ഭാര്യ ഇപ്പോഴാണെന്ന് തനിക്കറിയാമോ? എനിക്കറിയില്ല. ഇന്റർവ്യൂവിനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയതാ. ദേവി ചെയ്ത് പോലീസ് വരുന്നതിന് മുമ്പ് ജയൻ ഇവിടുന്ന് പോകണം. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എനിക്ക് അവളെ കണ്ടുപിടിക്കണം. പക്ഷെ ഈ വേഷത്തിൽ എനിക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല. ആദ്യം എന്റെ വീടിന്റെ താക്കോൽ തരും. ഞാൻ ഇപ്പൊ എടുത്തുതരാം. എനിക്ക് തീരെ വയ്യട മോനെ. ഞാൻ ഇനി അധികം കാലം ജീവിച്ചിരിക്കും തോന്നണേ. അമ്മയൊന്നും മിണ്ടാതിരിക്കും. എപ്പോ നോക്കിയാലും ഈ ഒരു പറച്ചിലേ ഉള്ളൂ. രാജുണ്ണ, അമ്മച്ചിക്ക് പാറ്റാക്കുളി വാങ്ങി കൊടുത്തോണ്ട് സൗകര്യം മാറത്തില്ല. ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിച്ചേ പറ്റൂ. എനിക്കൊരു ഡോക്ടറെയും കാണണ്ട.
എന്റെ അമ്മനെ ഒരു നോക്ക് കണ്ടിട്ട് എനിക്ക് ചത്താ മതിയായിരുന്നു. അവളെ കുറിച്ച് ചിന്തിക്കുമെന്ന് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അവൾ എത്ര വലിയ തെറ്റുകാരിയാണെങ്കിലും ഞാൻ അവളെ പ്രസവിച്ചതാണ്. എനിക്ക് എങ്ങനെ അവളെ മറക്കാൻ കഴിയും? അമ്മയ്ക്ക് അവളെ മറക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ മറന്നേക്കണം. രാജു, അഹങ്കാരം കൊണ്ടല്ലേ അവൾ ആ തെണ്ടിയുടെ പുറകെ പോയത്. എടാ മണിയെ, നീ ഈ ടൗൺ മുഴുവൻ ചുറ്റുന്നവനല്ലേ? എന്റെ കുഞ്ഞ് എവിടെയാണെന്ന് നീയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കടാ. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ സമാധാനം കിടക്കും. എളുപ്പം നിന്നിട്ട് പാത്രം അയ്യോ ചേച്ചി, ഇത് ചോറൊന്നുമില്ല, വെറും ഗുളിക. അതൊരു ലക്ഷപ്രഭുവിന്റെ മാത്രമാണ്. അയാൾക്ക് ആഹാരം ഇറങ്ങുകയല്ല, 3 നേരം ഗുളികയാ തിന്നുന്നത്. ഇതാ, ഇത് നീ വെച്ചു. ഒരു പ്യൂണിന്റേതാ, ഒത്തിരി ചോറ് വേണം. എന്നാ എനിക്ക് മതി. അയ്യോ ചേച്ചി, ഇത് ഗോതമ്പ് ചോറാണല്ലോ. അതൊരു അന്യായപ്പലിശക്കാരൻ്റെതാ. അയാൾക്ക് പഞ്ചസാരയുടെ അസുഖം ഉള്ളതുകൊണ്ട് നെല്ലരി കഴിച്ചുകൂടാ. ഇതൊഴിച്ച് കഴിച്ചു. ഇതെന്താ ചേച്ചി? രസോ കുടിച്ചു. അല്ല, ഞാൻ വിചാരിച്ചു വലിയ ആളുടെ മൂത്രം കുടിക്കല്ലേ, അതായിരിക്കുന്നു. മൂത്രത്തിലൂടെ നട കരിവേപ്പയും കടുവൊക്കെ അപ്പൊ ഇത് വിശ്വസിച്ച് കുടിക്കാല്ലേ? വേണമെങ്കിൽ കുടിക്കാം. പെട്ടെന്ന് പാത്രമെല്ലാം കഴുകി വെച്ചേ. കണ്ടില്ലേ, പൂത്തിന് വെള്ളം കാണിക്കുന്ന പോലല്ലേ? എന്നെ കെട്ടിപ്പിടി നീയാച്ചി നാനാച്ചി വാ വാ ആരാ ആരാ? ഭാരതി മേനൊന്ന് കാണണം. അയ്യോ, അവരെ ഇപ്പൊ കണ്ടിട്ട് ഒരു കാര്യമില്ല സാർ. അതെന്താ? കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ പോലീസ് റൈഡ് നടന്നുകൊണ്ട് പിന്നെ വല്ലപ്പോഴും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നൈറ്റ് ഷോ മാത്രമേ ഉള്ളൂ. ഞാൻ മിസ്റ്റർ ചന്ദ്രശേഖരന്റെ ഗസ്റ്റ് ആണെന്ന് ഭാരതി മേനോട് പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ ആളാ? ഞാൻ ഇപ്പൊ പോയി പറയാം സാർ. സാർ ഇവിടെ ഇരിക്കും. ചന്ദ്രശേഖരൻ സാറുമായിട്ട് എങ്ങനെയാ ബന്ധം? ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. എന്റെ പേര് ഐസക് ജോൺ. ഓ, ഐ സി. അപ്പുകുട്ട, സാറിനെ മുകളിൽ വിളിച്ചോണ്ടു. നാനമകുന്നു മേനിന്നൊകുന്നു എന്റെ കണ്ണിൽ നിന്നെ കാണുമ്പോൾ. ഒന്ന് നിർത്തോ? താനാണോ പെണ്ണോ? ഇത് രണ്ടും അല്ല സാറേ, അതുകൊണ്ടാണ് എനിക്കിവിടെ വേല കിട്ടിയത്. വാ, എല്ലാ സിസ്റ്റേഴ്സും വെളിയെ വരി. വേഗം വാ, എല്ലാരും അങ്ങ് മാറിയിക്ക്. സാറേ, ഇതാണ് ഞങ്ങളുടെ കളക്ഷൻ. സാറിന് ഇഷ്ടപ്പെട്ടില്ലേ? സ്പെഷ്യൽ ആ റൂമിലുണ്ട്. സാറ് വിഷമിക്കണ്ട. വാ, ഇങ്ങ് വരി. ഇഷ്ടപ്പെട്ടു അല്ലേ? ഈ കുട്ടി മതി. സുമി ഇത്തിരി കോസ്റ്റ്ലിയാണ്. 500 rupees ആകും. എത്രയായാലും വേണ്ടി. എന്നാ ബാക്കിയുള്ള സിസ്റ്റേഴ്സ് ഒക്കെ പൊയ്ക്കോ. പൊയ്ക്കോ. സാറേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടി കാണും കേട്ടാ. അച്ഛാ, അയ്യോ. ഞാൻ എന്താ നിന്നെ വിളിക്കേണ്ടത്? സുമിന്നാണോ അതോ എൽസിന്നോ? സാറിന് എന്നെ മനസ്സിലായി അല്ലേ? അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ തന്നെ മതി എന്ന് പറഞ്ഞത്. പക്ഷേ നീ വിചാരിക്കുന്ന കാര്യത്തിനൊന്നുമല്ല ഞാനിവിടെ വന്നത്. എനിക്കതറിയാം. അപ്പച്ചൻ ജയിലിൽ നിന്ന് എഴുതിയ കത്തിൽ സാറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു. അപ്പച്ചന് വേണ്ടി സാറിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കലുകൊണ്ട് തീരാവുന്ന കാര്യമല്ല.
നിന്റെ അപ്പച്ചൻ എന്നോട് ചെയ്തത്? അപ്പച്ചൻ സാറിനെതിരായി കള്ളസാക്ഷി പറഞ്ഞത് എനിക്ക് വേണ്ടിയായിരുന്നു. നിനക്ക് വേണ്ടിയോ? അതെ സാർ. സ്ത്രീധന പണത്തിന്റെ പേരിൽ എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു. ആ പണം തരാമെന്ന് പറഞ്ഞാണ് എന്റെ അപ്പച്ചനെ കൊണ്ട് ചന്ദ്രശേഖര മുതലാളി കള്ളസാക്ഷി പറയിച്ചത്. എന്നിട്ട് അയാൾ വാക്കുമാറിയതോ പോട്ടെ, ആ ദുഷ്ടം കാറോടിച്ച് ഒരാളെ കൊന്നതിന് പകരം എന്റെ അപ്പച്ചൻ ആ കുറ്റത്തിന് ജയിലിലും കയറ്റി. എന്നിട്ട് അയാൾ എന്നിവിടെയും കൊണ്ടെത്തിച്ചു. ഞാനിവിടെ ഇങ്ങനെയാണ് ജീവിക്കുന്നെന്നുള്ള കാര്യം ഇതുവരെ ഞാൻ എന്റെ അപ്പച്ചനെ അറിയിച്ചിട്ടില്ല സാർ. ആട്ടെ, സാറിപ്പോ ഇവിടെ എന്തിനാ വന്നത്? ഞാൻ എന്റെ ഭാര്യയെ അന്വേഷിച്ചു വന്നതാണ്. സാറിന്റെ ഭാര്യയുടെ പേര് രമയെന്നാണോ? അതെ. രമയെ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടും അവൾ ആർക്കും വഴങ്ങിയില്ല. രമ മരിച്ചാലും അവളുടെ മാനം നശിപ്പിക്കാൻ ഈ ഭൂമിയിൽ ആരെ കൊണ്ടും കഴിയില്ല സാർ. അതെനിക്കറിയാം. ഞാൻ ജയിൽ ചാടിയത് അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രമാണ്. ഇന്ന് രമയെ ചന്ദ്രശേഖര മുതലാളിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് വെച്ച് എങ്ങനെയോ രക്ഷപ്പെട്ടു പോയെന്ന് ഇവിടെ പറയുന്നത് കേട്ടു. പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നമ്മൾ സംസാരിക്കുന്ന ആരെങ്കിലും കേട്ടാ അപകടമാണ്. രമ ഇവിടെ വരികയോ വന്ന വിവരം കിട്ടുകയോ ചെയ്താൽ ഞാൻ ഉടനെ സാറിനെ അറിയിച്ചോളാം. ആരാത്? ആരാത്? ആരാണെന്നാ ചോദിച്ചത്? നീ ഏതാ പെണ്ണെ? ഞാൻ ആരോരും ഇല്ലാത്തോളാണമ്മേ. മാനം പേടിച്ച ഇതിനകത്തോട്ട് ഓടിക്കയറിയത്. നിന്നെ കണ്ട് ഞാൻ പേടിച്ചില്ലോടി. ആരാണെന്ന് ചോദിച്ചാൽ നീ എന്താ മിണ്ടാതിരുന്നത്? എന്നെ 4-5 തെമ്മാടികൾ ഓടിച്ചോണ്ട് വരികയായിരുന്നു. എന്റെ ശബ്ദം കേട്ട അവരിങ്ങോട്ട് കയറി വരുമെന്ന് പേടിച്ച മിണ്ടാത്തത്. അയ്യോ അമ്മേ, അവന്മാരാണെന്ന് തോന്നുന്നു. എന്നെ അവന്മാരുടെ കയ്യിൽ വിട്ടുകൊടുക്കരുതേ. പേടിക്കാതെ മോളെ. ആരാണത്? അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? ആഹാ, അയ്യോ നീ പേടിക്കാതെ മോളെ. ഇത് തെമ്മാടികളൊന്നുമല്ല. എന്റെ മോനും അവന്റെ കൂട്ടുകാരനുമാണ്. അമ്മച്ചി ഞങ്ങളെ അങ്ങനെ അങ്ങ് താഴ്ത്തി കിട്ടാതെ. ഞങ്ങളും 2 കൊച്ചു തമ്മാടിയോ. നീ ഒന്ന് പോടാ. ഇവളേതാ അമ്മേ? ഏതോ അപകടത്തിൽപ്പെട്ടു വന്നതാണെന്നാ പറഞ്ഞത്. ഈ നേരത്ത് ഇങ്ങനെയുള്ളതെല്ലാം ഇറങ്ങി നടന്നാലേ അപകടം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ഏതായാലും അസമയത്ത് കയറി വന്ന ഒരു പെണ്ണല്ലേ മോനെ. ഈ അർദ്ധരാത്രിയിൽ ഇറക്കി വിടുന്ന ഒരു മനുഷ്യത്വമാണോ? അമ്മ എന്നെ പറ്റി വിഷമിക്കണ്ട, ഞാൻ പൊയ്ക്കോളാം. വേണ്ട മോളെ, എനിക്കും നിന്നെ പോലെ ഒരു പെണ്ണുള്ളതാ. എന്നാ പിടിച്ച് കരുതിക്കോ. നിന്ന് പോയയുടെ അപ്പുറത്ത്. നീ വള, പുതിയൊരു മോളെ കിട്ടിയിരിക്കുന്നതല്ലേ. കുഞ്ഞെ, അവനൊരു മുൻദേശക്കാരനാ. നീ പേടിക്കണ്ട. നീ ആരായാലും നിന്നെ ഞാൻ ഇറക്കി വിടില്ല. വാ.